ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സെൻഡ് ഹെൽപ്പ് എന്ന പടത്തിൻ്റെ റിവ്യൂ ആണ്. റേച്ചൽ മിക്കാഡംസ്, ഹോളിവുഡ് ഐക്കൺ പുള്ളിക്കാരിയും മീൻ ഗേൾസിലേക്ക് നായികയല്ല എന്നാലും ഷോ സ്റ്റീലർ പുള്ളിക്കാരിയും പിന്നെ മെയ്സ് റണ്ണർ എന്ന പടത്തിലെ നായകനും. ഇവർ രണ്ടുപേരാണ് ഈ പടത്തിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സാം റേമി. കുറേ ബ്രൂട്ടൽ ആക്ഷൻ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് മെയിൻ പടം സ്പൈഡർമാൻ 1 and 2, നമ്മുടെ സ്വന്തം ടോബി മഗ്വയറിൻ്റെ സ്പൈഡർമാൻ, ആ പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത പുള്ളിക്കാരനാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് പടം ഈസ് സോ ഗുഡ്, വെരി ഗുഡ് സർവൈവൽ ത്രില്ലർ ബ്രൂട്ടൽ പടമാണ് സെൻഡ് ഹെൽപ്പ്. സോ ഇതിൻ്റെ പ്രമിസ് എന്ന് പറയുന്നത് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രമിസാണ്. സോ ബേസിക്കലി ഒരു മാനേജർ, ഒരു മാനേജർ, ഒരു ബോസ്, പിന്നെ അവരുടെ ഒരു എംപ്ലോയി ഒരു മാനേജറും വിചാരിച്ചു ഒരു ഐലൻഡിൽ പെട്ടുപോവുകയാണെങ്കിൽ ആ ഒരു എംപ്ലോയിയും മാനേജറും എങ്ങനെ അവിടെ കഴിയും, എന്നിട്ട് ആ എംപ്ലോയിക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അയാൾ എങ്ങനെ തൻ്റെ മാനേജറിനെ ട്രീറ്റ് ചെയ്യും നമുക്കുള്ളതാണ് ഈ പടത്തിൻ്റെ ബേസിക് പ്രമിസ്. അതിൽ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി പോകും. ഈ പടത്തിൽ ഈ ഒരു മെയിൻ ക്യാരക്ടർ ആ പെണ്ണ് കടന്നു പോകുന്ന കുറേ കാര്യങ്ങൾ വളരെ റിലേറ്റബിൾ ചെയ്യാൻ പറ്റും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. ബട്ട് ലൈക്ക് വെരി വെരി റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എസ്പെഷ്യലി തുടക്കത്തിലുണ്ട്. ആ ഐലൻഡിൽ എത്തിയതിന് ശേഷം ഉള്ളത് കഥ വേറെ. ബട്ട് ആ തുടക്കത്തിലെ കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി എനിക്കും കുറേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ദിസ് ഇസ് വേ വളരെ വളരെ ടു റിയൽ. ലൈക്ക് വളരെ ശരിക്കും ദേഷ്യം തോന്നിപ്പോകും നമുക്ക്. ശരിക്കും ഭ്രാന്ത് കയറുന്നതനുസരിച്ച് ലൈക്ക് 7 വർഷത്തോളത്തെ കഷ്ടപ്പാട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്രയും കഷ്ടപ്പെട്ട ഒരു എംപ്ലോയിക്ക് അവരെ കളിയാക്കപ്പെടുകയും അവൻ്റെ പ്രൊമോഷൻ തടയുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഒരു വളരെ സഹായമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. സോ വളരെ സാഡായിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റാർട്ടിങ് കാണിക്കുന്നത്. പക്ഷേ ഐലൻഡിന് ശേഷം ഈ കഥ പോണ ഒരു പോക്കുണ്ട്. ലൈക്ക് ബ്രൂട്ടൽ എന്ന് പറഞ്ഞാലേക്കും ബ്രൂട്ടൽ ഫാക്ടർ വേറെ, പക്ഷേ ഈ പെണ്ണ് എൻ്റെ അവസരം മുതലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലിൽ മുതലാക്കി കഴിഞ്ഞ് ശരിക്കും ആ ഒരു മാനേജറിനിട്ട് ചെയ്യുന്ന കാര്യം, പുള്ളിക്കാരൻ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ടഫ് എന്നാണ്, കുറച്ച് ബ്രൂട്ടലാണെങ്കിലും. ബട്ട് ഈ പെണ്ണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ലൈക്ക് അത്രയും ലെവല് ശരിക്കും ഇത്തിരി കൂടിപ്പോയി, എന്നാലും ആ ഒരു ഇതിലേക്ക് ശരിക്കും കയറിപ്പോയി. ലൈക്ക് ഭയങ്കര ബ്രൂട്ടലായി പോയി. ആൻഡ് ക്ലൈമാക്സിലെ ട്വിസ്റ്റൊക്കെ ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ബട്ട് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ സോങ്സ് അല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമാറ്റോഗ്രാഫി, അതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബട്ട് എസ്പെഷ്യലി എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത് ഈ പെർഫോമൻസ് ആണ്. ഈ 2 ക്യാരക്ടേഴ്സാണ് ത്രൂ ഔട്ട് പടത്തിൽ. ഇവരുടെ പെർഫോമൻസ് വാസ് ലൈക്ക് അമേസിങ്, വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്. ലൈക്ക് 2 പേരും കട്ടക്ക് നിൽക്കണം, അന്തമാതിരി പെർഫോമൻസ്. അവൻ്റെ മുഖം തന്നെ കാണുമ്പോൾ അവൻ്റെ മുഖത്തിൽ ഓരോ സെക്കൻഡിലും എന്തെങ്കിലും എക്സ്പ്രഷൻ ഉണ്ടാവും. റേച്ചൽ മിക്കാഡംസ് പിന്നെ അടിപൊളിയാണ്. പുള്ളിക്കാരുടെ എല്ലാ പടങ്ങളും ഡിഫറെൻ്റ് ആണ്, വളരെ അടിപൊളികളാണ്. അപ്പോൾ ഇതും ഒരു അടിപൊളി പടമാണ് ആസ് യൂഷ്വൽ. ആൻഡ് ഐ ലവ് ദിസ് ഫിലിം ആൻഡ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, വെരി എൻഗേജിങ്, ബ്രൂട്ടൽ ആൻഡ് ഓൾസോ റിലേറ്റബിൾ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പടമാണ്. ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ച ക്ലൈമാക്സിലെ എൻഡിങ് കുറച്ച് അൺഫെയർ ആയിട്ട് തോന്നി. ബട്ട് സ്റ്റിൽ വളരെ എൻഗേജിങ് ആയിട്ടുള്ള, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ബ്രൂട്ടൽ സർവൈവർ പടം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഡെഫിനറ്റ്ലി സെൻഡ് ഹെൽപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ബിക്കോസ് ഇറ്റ്സ് ടു ഗുഡ് അറ്റ് ടൈംസ് ആൻഡ് ഇറ്റ്സ് ടു റിയൽ അറ്റ് ടൈംസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.